എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തിരുവനന്തപുരംകാരൊക്കെ സദ്യക്കൊക്കെ സ്പെഷ്യലല്ലേ ബോളി. ആ ബോളിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മളെ കടലപ്പരിപ്പ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ മൈദ നല്ല നെയ്യൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഒരു തരി ഉപ്പും കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ ശർക്കര പാനി. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ വേണമെന്നില്ല, ഞാൻ കുറച്ച് ചേർത്തതാണ്. പിന്നെ ഇത് നെയ്ക്ക് പകരം എണ്ണ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാനിവിടെ നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ശർക്കരപ്പാനി ഉരുക്കി വെച്ച് അരിച്ച് വെച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുകയാണേ. ഇതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം കുറുക്കി വരട്ടി എടുത്തിട്ട് ഒരു ബോളാക്കാൻ പാകത്തിന് ആക്കിയിട്ട് വരാം കേട്ടോ. ഞാനിത് അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ശർക്കരപ്പാവിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നവരെ ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതിലും കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ കടലപ്പൊടി ഇതങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, അത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മുടെ മൈദ കുഴച്ച് വെച്ചിട്ടില്ലേ, ഈ മൈദ ചെറിയ ഉരുളകളാക്കി വെക്കുക. ഈ ചെറിയ ഉരുളേൻ്റെ ഉള്ളിൽ വെച്ചാൽ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതും വെക്കുക. എന്നിട്ട് നല്ലോണം പരത്തി എടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരാഴ്ച വരെ കേട് വരാതിരിക്കുന്നതാണ് എൻ്റെ അമ്മായി എന്നോട് പറഞ്ഞത്. ഈ മൈദപ്പൊടിയൊക്കെ ഞാൻ അങ്ങനെ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടി വെക്കാം കേട്ടോ. ആ കടല മാവിനെയൊക്കെ ഞാൻ ഈ പിന്നെ മൈദമാവിൻ്റെ ഉള്ളിലാക്കി വെച്ചു കേട്ടോ. ഇനി ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. ഞാൻ മഞ്ഞൾ ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. മൈദപ്പൊടിയിൽ കുറച്ച് മഞ്ഞൾ ചേർക്കണമായിരുന്നു, അത് വിട്ടുപോയി. പിന്നെ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ആ നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ തയ്യാറാക്കിയ ബോളി. എന്നിട്ട് മഞ്ഞൾ ചേർക്കാത്തത് കൊണ്ട് ആ കളറില്ലാന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. ഇനി എന്തെങ്കിലും എനിക്കൊരു പാകപ്പഴം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക് യു.